പറഞ്ഞത് മൂന്ന് കാര്യം പറയാൻ പറഞ്ഞത്. ഒന്നാമത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അന്നദുറു ഇലൈക യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടം, ഹോബി, എന്റെ താല്പര്യം അവിടുത്തെ മുഖകമലം നോക്കിയിരിക്കലാണ് എന്നാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം നോക്കിയിരുന്ന് സന്തോഷം കണ്ടെത്തിയ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രണ്ടാമത് എന്താണെന്ന് ചോദിച്ചപ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവിടത്തെ മജ്‌ലിസിൽ സമയം ചെലവഴിക്കലാണ് എന്നുള്ളതാണ്. മൂന്നാമത്തതും സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അവിടത്തെ ദീനിനു വേണ്ടി എന്റെ സമ്പത്ത് മുഴുവനും ചെലവഴിക്കലാണ്. നല്ല ധനാഢ്യനായിരുന്നു, വലിയ മുതലാളിയായിരുന്നു, സമ്പത്തുള്ള ആളായിരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇസ്ലാം സ്വീകരിച്ച് 3 വർഷം കഴിയുമ്പോഴേക്ക് മുഴുവൻ സമ്പത്തും സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു ദീനിനു വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 3 കാര്യവും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റിലേറ്റഡ് ആയി പറഞ്ഞ ആ സദസ്സിലെ ഒരേ ഒരു വ്യക്തി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താണ് അവിടുത്തെ മഹബത്ത്, എന്താണ് അവിടുത്തെ ഇഷ്ക്, എന്താണ് അവിടുത്തെ ഹുബ്ബ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു 10 രൂപ ഒരു മൗലിദിന്റെ മജ്‌ലിസിലേക്ക് കൊടുക്കുമ്പോൾ ബേജാറാവുന്നുണ്ടെങ്കിൽ അതൊന്നും ബേജാറാവേണ്ടതില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മുഴുവൻ ചെലവഴിച്ചത്. ഒരു അവസരത്തിൽ സയ്യിദുനാ അബൂ, നാളെ നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ നിങ്ങളെ സമ്പാദ്യം എന്നിലേക്ക് നൽകണമെന്ന് തലേ ദിവസം തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അങ്ങനെ കിബാർ സ്വഹാബയുടെ മജ്‌ലിസിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആത്മഗതം ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തിൽ നാളെ ഞാൻ എന്തായാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ പരാജയപ്പെടുത്തുമെന്ന് പറയുന്നത്. അങ്ങനെ ദൃഢനിശ്ചയം ചെയ്തിട്ടാണ് അവർ വീട്ടിലേക്ക് പോകുന്നത്. പിറ്റേന്ന് വരുന്നു, അവരൊക്കെയും വന്നു. ഓരോരുത്തരും അവരുടെ കഴിവനുസരിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകുന്നുണ്ട്, ഉമർ തങ്ങൾ നൽകുന്നുണ്ട്. ഉമർ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അപേക്ഷിച്ച് നോക്കുമ്പോ പണത്തിന്റെ വിഷയത്തിൽ നന്നായി നൽകിയിട്ടുണ്ട്, 1000 ദീനാർ നൽകിയിട്ടുണ്ട്. മൂല്യം നോക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെയാണ് അവിടെ വിജയിക്കുന്നത്. ഇതൊക്കെ വാങ്ങിയ ശേഷം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, അബൂബക്കറെ എന്താണ് നൽകിയത്? അപ്പം പറഞ്ഞു, എന്റെ കയ്യിലുള്ള മുഴുവനും നൽകി, ഒന്നും വീട്ടിൽ അവശേഷിക്കുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിച്ചപ്പോ എന്റെ കുടുംബത്തിന് ആവശ്യമായത് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള മുഴുവനും നൽകിയിട്ടുണ്ട്. അവിടെയും സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിജയിക്കുന്നത് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ